നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം അവർ എന്നെങ്കിലും മനസ്സിലാക്കുമോ, സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് നോ കോണ്ടാക്റ്റൊക്കെ നോക്കുന്നതാണ് കേട്ടോ. അവർക്കും നിങ്ങൾക്കും തമ്മിലൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുമാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നത്. കൂടാതെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തു പോകണം. എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകണം. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് ഒരിക്കലും കണക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അതുപോലെ ടാറോ റീഡിങ്സിൻ്റെ റിലേഷൻ എനർജി എന്ന് പറയുന്നത് മൈൻഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും അറിയേണ്ട ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് മനസ്സിലാക്കണം. പോസിറ്റീവായിട്ട് എടുക്കണം. നിങ്ങളുടെ പാസ്റ്റിലെ ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ നൽകുന്ന റീഡിങ്സുകളാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ വ്യക്തവും കൃത്യവുമായ ഉത്തരം നിങ്ങൾക്ക് നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നമുക്ക് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിൽ വന്നിരിക്കുന്ന ഒരു ക്ലിയറൻസ് ഇല്ലായ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. കാരണം അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി വളരെ സ്ട്രോങ് ഉണ്ട്. വളരെ ശക്തമായ ചീറ്റിംഗ് എനർജി സംഭവിച്ചിട്ടുണ്ട്. കർമ്മ എനർജി നേരിട്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചിലതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതാകുന്ന സിറ്റുവേഷൻസുകൾ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു എനർജി, അതായത് ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യേണ്ടതായിട്ടും കടന്നു പോകേണ്ടതായിട്ടും ചില എക്സ്പീരിയൻസുകൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസും ബന്ധത്തെക്കുറിച്ച് ശരിക്കും അറിയാൻ ശ്രമിക്കാതെ പോയിട്ടുണ്ട് ഒരു പേഴ്സൺ. ആരാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തി വലിയ കാര്യമായിട്ട് ആഴത്തിൽ കണക്ഷൻ ഇട്ടിരുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചില്ല എന്നുള്ളൊരു എനർജി നമുക്ക് കാണുന്നുണ്ട്. റീഡിങ്സിലൂടെ വരുമ്പോൾ നമുക്കത് ആരാണെന്ന് വ്യക്തമായിട്ട് എടുക്കാം കേട്ടോ. എന്താണെങ്കിലും സോഴ്സ് എനർജിയാണ് മുന്നിൽ നിൽക്കുന്നത്. ശരിക്കും ഒരു അപകടകരമാകുന്ന, അതായത് ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മുന്നോട്ടേക്ക് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് കേട്ടോ കാണുന്നത്. 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളെ അവരെന്തെങ്കിലും തിരിച്ചറിയുമോ എന്നൊരു ചോദ്യത്തിന് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് പോയിട്ട് വീണ്ടും റീകണക്റ്റ് ചെയ്തൊരു റിലേഷൻ ആവാം. പാസ്റ്റിൽ നിങ്ങൾ തമ്മിലൊരു ആഴത്തിൽ ഒരു എനർജി ഉണ്ടായിട്ട് ഇടയ്ക്ക് വെച്ച് സെപ്പറേറ്റഡ് ആയിട്ട് വീണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള എനർജികൾ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം, ജീവിതത്തിൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാണും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻസ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു ബന്ധം വന്നത് വളരെ പോസിറ്റിവിറ്റിയോട് കൂടിയാണ്. അതായത് എന്തൊക്കെയോ പൂർണ്ണത ലഭിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെയോ പിടിച്ചടക്കി, ജീവിതത്തിൽ ഇനി ഇതിനപ്പുറത്തേക്കൊന്നും ലഭിക്കാനില്ല എന്നുള്ള ഒരു മതിമറന്ന സന്തോഷം നേടിയെടുത്ത്, അതായത് ഒന്നിലധികം രീതിയിൽ മതിമറന്ന് ആനന്ദിച്ച ഒരു റിലേഷൻ്റെ എനർജി ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബന്ധത്തിനകത്തൊരു ചതിയും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നത് 100% ഉറപ്പാണ് കേട്ടോ.
ആ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യക്തി ശരിക്കും ആലോചിച്ച് നിങ്ങളോട് എന്തോ ഒരു വൈരാഗ്യം തീർക്കാനുള്ള ഒരു എനർജിയും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു എന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്താണേലും കറൻറ്റ്ലി ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് നിരാശപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റുകളെ ഓർത്ത് ചെയ്തു പോയ പ്രവൃത്തികളെ ഓർത്ത് ദുഃഖിക്കുന്ന കുറ്റബോധം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കൺഫ്യൂസ്ഡ് എനർജിയും ഉണ്ട് കേട്ടോ. ഈ ഒരു ബന്ധത്തിൽ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ഈ ഒരു ബന്ധത്തെ കണക്ട് ചെയ്യണം, അതായത് പഴയ പോലെ നിങ്ങളിലേക്ക് വന്നതുപോലെ തിരിച്ചു വന്നാൽ വീണ്ടും റീകണക്ട് ചെയ്താൽ എങ്ങനെയാകും, ഇത് നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. കാരണം അത്രത്തോളം നിങ്ങളെ തീ തീറ്റിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു റിലേഷനാണ് കേട്ടോ. അവർ ശരിക്കും അറിഞ്ഞു വെച്ച് നിങ്ങൾക്ക് പെയിൻ എനർജി തന്ന ഒരു റിലേഷൻ്റെ സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെ അവർ മനസ്സിലാക്കാനല്ല ശ്രമിച്ചത്. നിങ്ങളെ ഒന്നെങ്കിൽ മിസ്യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളെ പെയിൻഫുൾ ആവുക, നിങ്ങളെ വേദനിപ്പിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനകത്ത് പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് സെപ്പറേഷൻ വന്നിട്ട് വീണ്ടും നിങ്ങളിൽ കണക്റ്റഡ് ആയ വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ അവർ ബുദ്ധിപൂർവ്വം ചില കളികൾ കളിച്ചു, ചില നേട്ടങ്ങൾ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ അവർ അറിഞ്ഞു വെച്ച് നേടിയെടുത്ത് കടന്നുപോയൊരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം അവരെ സംബന്ധിച്ചുള്ള എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ്. ആദ്യത്തെ ആ ഒരു ഉത്സാഹവും അവർ ചെയ്ത് കൂട്ടിയ ചില കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പം ഇപ്പം അവരെ സംബന്ധിച്ച് ഫീലിംഗ് സ്റ്റക്ക് എനർജിയിലാണ്, ഒരു ട്രാപ്പിഡ് എനർജിയാണ്. കാരണം എങ്ങോട്ടും അവർക്ക് അനങ്ങാൻ പറ്റാത്ത വിധമുള്ള ഒരു കുറ്റബോധം, നിരാശ അവരെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഡിവൈൻ കണക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയിലാണ്. കാരണം നിങ്ങളിലേക്ക് വരണോ അതോ തിരിഞ്ഞു പോകണോ എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. അവർക്ക് ഒരു രീതിയിലും ഒരു സിറ്റുവേഷൻസിലും പോസിറ്റിവിറ്റി കണ്ടെത്താൻ സാധിക്കുന്നില്ല കറൻറ്റ്ലി എന്നാണ് കാണുന്നത്. ഒരു സോൾ സെർച്ചിങ് എനർജിയിലാണ്. ശരിക്കും ഇവരൊരു സ്പിരിച്വൽ പാതയിലൂടെ ചിലപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയൊരു പേഴ്സൺ ആവാം, ഒരു ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാവാം, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും മറ്റുള്ളവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാവാം. അതല്ലെങ്കിൽ വളരെയധികം ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ കഴിവുള്ള, അതായത് മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ഈ ഒരു പേഴ്സൺ എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അത്രത്തോളം പവർഫുള്ളായ, അതായത് പ്രതിസന്ധികളെ ഒന്നും ഭയമില്ലാതെ അല്ലെങ്കിൽ വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നേരിടുന്ന ഒരു ക്യാരക്ടർ എനർജി ആയിരുന്ന പേഴ്സൺ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ സോൾ സെർച്ചിങ് എനർജിയിലാണ്. സ്വയം കുറ്റബോധപ്പെടുന്നുണ്ട്, ഇന്നർ ഗൈഡൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എലോൺ എനർജിയിൽ തുടരാൻ, അതായത് അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പഠിക്കണമെന്നും അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങളെ തിരുത്തണമെന്നുമൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. കറൻറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്, ഫീലിംഗ് സ്റ്റക്ക് എനർജിയിലാണ്. അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതായത് നിങ്ങളിലേക്ക് വരാനും അവർക്ക് ഭയം തോന്നുന്നുണ്ട്, മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് തിരിഞ്ഞു പോകാനും പറ്റുന്നില്ല. ശരിക്കും സറണ്ടർ ചെയ്യപ്പെട്ട്, അതായത് സ്വയം അവരോട് തന്നെ കീഴടങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻസിനെയാണ് കാണുന്നത്. അവരുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട് കേട്ടോ, നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് എനർജി, ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതവർ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരിക്കൽ കൂടി കണക്റ്റഡ് ആയിട്ട് കാര്യങ്ങളെ നിങ്ങളോട് ചെയ്തിട്ട് പോയ, നിങ്ങളോട് ചെയ്ത ചതി അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയ പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിനെ എല്ലാം ഒന്ന് മാറ്റി വീണ്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ സ്വയം അനുഭവിക്കുന്നുണ്ട് കുറ്റബോധം എന്ന് പറയുന്നൊരു എനർജി. അവരോട് അവരുടെ മനസ്സാക്ഷി തന്നെ ചോദ്യം ചെയ്യുന്ന സിറ്റുവേഷൻസുമാണ്, അവർ സ്ട്രഗിളിങ് ചെയ്യുന്ന എനർജിയുമാണ്. അവർക്ക് വേണ്ടതിന് മാത്രം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പം കൂടെ നിൽക്കുന്ന വ്യക്തിനെ ആരെയായാലും ഇവർ അവോയ്ഡ് ചെയ്യുന്നൊരു ക്യാരക്ടർ എനർജിയുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
ചീറ്റിംഗ് ചെയ്യുന്നതിനും ഒഴിവാക്കുന്നതിനും യാതൊരു മനസാക്ഷിയുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ക്യാരക്ടർ എനർജി ആയിരുന്നു. ഇപ്പം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയുടെ സമയത്തിൻ്റെ മാറ്റമാവാം, അല്ലെങ്കിൽ കർമ്മയുടെ ആ വ്യക്തിയുടെ അനുഭവങ്ങളാവാം. ഇപ്പം കുറ്റബോധപ്പെടുന്നു. മാത്രമല്ല അവർക്ക് നിങ്ങളുമായിട്ടൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നു. സിംഗിൾ എനർജിയിൽ നിൽക്കുന്നവർക്കും ഒരു മാര്യേജ് എനർജിയിലേക്ക് എത്തണമെന്നും, പാർട്ട്ണർഷിപ്പിൽ നിന്നവരാണെങ്കിൽ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണം. കാരണം നിങ്ങളോടൊപ്പം നിന്ന നിമിഷങ്ങൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അവരുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ അവരുടെ ലൈഫിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ടായിരുന്നു. പുതിയ പുതിയ പല കാര്യങ്ങളും വളരെ പോസിറ്റിവിറ്റിയോടുകൂടി പൂർണ്ണതയിൽ എത്തിക്കാനും പൂർത്തീകരിക്കാനും ഈ ഒരു പേഴ്സണ് സാധിച്ചത് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവും ഇപ്പോൾ അവർക്കുണ്ട്. മാത്രവുമല്ല നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തത് ഒരു ഡിവൈൻ്റെ അനുഗ്രഹത്താലാണ്. ഡിവൈൻ നൽകിയ ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ഒരുമിച്ച് ചേർന്നതെന്നുള്ളത് കൂടി അവർ വളരെയധികം തിരിച്ചറിയുന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. മാത്രവുമല്ല ഒരു പാർട്ട്ണർ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായതും അവർക്കൊരു ആത്മസംതൃപ്തി ലഭിച്ചതും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങളും നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും ആയിരുന്നതിലും അവരിപ്പം പൂർണ്ണമായും മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇമോഷണലി സ്റ്റക്കാണ് അവർക്ക് ഇങ്ങോട്ടും ചലിക്കാൻ പറ്റുന്നില്ല, മറ്റൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അവരെവിടെ തിരിഞ്ഞ് എന്ത് ചെയ്താലും അത് നിങ്ങളിൽ തന്നെയാണ് വന്ന് അവസാനിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായ നിമിഷങ്ങൾ, സാന്നിധ്യം, നിങ്ങളുമായിട്ടുണ്ടായ കോൺഫ്ലിക്റ്റുകൾ, ഇതെല്ലാം കൂടി അവരൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു അവസ്ഥയിലാണ്. അവർ മാനസിക പിരിമുറുക്കത്തിലാണ്, അവർ സ്റ്റക്ക് എനർജിയിലാണ്. അവർ നിൽക്കുന്നിടം ഇരുട്ടാണ്. നിങ്ങളുടെ ഓർമ്മകൾ മാത്രമേ ഇന്ന് അവർക്കൊരു പ്രകാശം എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. നിങ്ങളിൽ നിന്ന് ലഭിച്ച കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുമായിട്ട് പങ്കുവെച്ച കുറച്ച് നിമിഷങ്ങൾ, നിങ്ങൾ നൽകിയ കുറച്ച് പോസിറ്റിവിറ്റികൾ മാത്രമേ അവരുടെ ആ ഒരു ഡാർക്ക് എനർജിയിൽ, ഇപ്പോൾ അവരെവിടെയാണോ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നത് ആ ഒരു ഡാർക്ക് എനർജിയിൽ ആകെയുള്ളൊരു വെളിച്ചം, ഒരു ചെറിയ പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യം മാത്രമാണ് എന്നത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈഗോ എനർജി വളരെ കൂടുതലുമാണ്. മാത്രവുമല്ല ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എനർജി അനുസരിച്ച് നെഗറ്റീവും പോസിറ്റീവുമാകുന്ന ഒരുപാട് എനർജികൾ ഈ ഒരു വ്യക്തിക്ക് വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എവിടെ തിരിഞ്ഞാലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചെയ്തു പോയ ചില പ്രവർത്തികളുടെ, അതല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻസിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് ഒരു ചിലന്തി വല പോലെ കെട്ടി അതിനുള്ളിൽ പെടുത്തിയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഈഗോ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. മാത്രമല്ല മറ്റുള്ളവർ ഇമോഷൻസിന് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ വലിയ വാല്യൂ ഒന്നും കൽപ്പിക്കുന്ന വ്യക്തി അല്ലായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ശത്രുത, ദോഷവും ബ്ലോക്കേജും എല്ലാം ആ ഒരു പേഴ്സൺ ഈ കറൻറ്റിൽ അനുഭവിക്കുന്നുണ്ട്. പാസ്റ്റിൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുടെയും എനർജിയിലേക്ക് നോക്കുമ്പം ഇപ്പം കറൻറ്റിൽ ശരിക്കും അവർ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഇപ്പം അവരെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രമാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, സെൽഫ് ലിമിറ്റിംഗ് എനർജിയിലേക്ക്. അതായത് കാര്യങ്ങളെ ഒരു ലിമിറ്റേഷൻ വെച്ച് പ്രവർത്തിക്കണം. അത് വാക്കുകളായാലും പ്രവൃത്തികളായാലും എല്ലാത്തിനും ഒരു അതിർവരമ്പ് തീർക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു വ്യക്തിയിലുണ്ട്. അതെല്ലാം ഒന്ന് ഒഴിവാക്കേണ്ട സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു വിശ്വാസം, എല്ലാത്തിനോടുമുള്ള ഒരു വിശ്വാസക്കേടിൽ നിന്നും എല്ലാത്തിനും ആഴത്തിലൊന്ന് വിശ്വസിക്കുക എന്നുള്ളൊരു എനർജിയിലും ഇഗ്നോർ ചെയ്യുന്നൊരു പരിപാടി ഇവരെ സംബന്ധിച്ച് വേണ്ടാത്ത കാര്യങ്ങളെ ചേർത്ത് പിടിക്കുകയും വേണ്ടതിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എനർജി ആയിരുന്നു. അത് നേരെ തിരിച്ച് മാറ്റി ചെയ്യണമെന്നും തിരിഞ്ഞു നോക്കണം, പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയാണ്. അതായത് ബന്ധനത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യണമെങ്കിൽ, നെഗറ്റീവ് തോട്ട്സിൽ നിന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു പോസിറ്റിവിറ്റി, ഒരു സൺറൈസിങ് ഉണ്ടാവണമെങ്കിൽ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസ് എവിടെയാണോ അവിടെ നിന്നും പൂർണ്ണമായിട്ടും മൂവ് ഓൺ ചെയ്യുക, പറിച്ച് നടുക എന്ന് പറയുന്നത് പോലെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്യണമെന്നും എന്നാൽ മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു സക്സസ്സും സൺറൈസിങ്ങും ഉണ്ടാവുകയുള്ളൂ എന്നും ഈ ഒരു വ്യക്തി ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളുണ്ട് എന്നാണ് കാണുന്നത്. അവിടെ നിന്നും തിരിഞ്ഞ് നടക്കുക, ബ്ലെസ്സിങ്സിലേക്ക് നടക്കുക,
തീർച്ചയായിട്ടും കർമ്മകളെ എൻഡാക്കി ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ എൻഡാക്കുക, പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകളെല്ലാം അവസാനിക്കുന്ന ഒരു സമയമാണ്. അത് മനസ്സിലാക്കി ഒരു വ്യക്തി സ്ട്രഗിളിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ പോസിറ്റിവിറ്റി വരികയും തിരിച്ചറിവ് വരികയും എന്തിലാണ് ചേരേണ്ടത്, എന്തിനോടൊപ്പമാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള ആ ഒരു മനസ്സിലാക്കലിലൂടെ ഒരു വ്യക്തിക്ക് പുതിയൊരു ജീവിതം, പുതിയൊരു സിറ്റുവേഷൻസ്, ഒരു സക്സസ് നേടാൻ പറ്റുമെന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. എന്താണെങ്കിലും കൺഫ്യൂസ്ഡ് എനർജിയാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധം സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോഴും നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, സമ്മതിച്ച് തരിക എന്നൊരു കാര്യത്തിന് തയ്യാറല്ല എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കോടും ആ ഒരു വ്യക്തിക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നൽകിയ സ്നേഹം, ക്ഷമ, സാന്നിധ്യം ഇതിനെയെല്ലാം വാല്യൂ കൽപ്പിക്കുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുക. നിങ്ങൾ കൊടുത്ത സ്നേഹം സത്യമായിരുന്നു എന്നും നിങ്ങൾ അവർക്ക് എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നതൊന്നും പ്രകടിപ്പിക്കാൻ അവർ തയ്യാറല്ല. കാരണം ഇവരുടെ ഈഗോ, അതല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ ചില കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്തതിൻ്റെ ഫലമായിട്ട്, ഇവരൊരു ഓവർ മെച്യൂരിറ്റി കാണിച്ചതിൻ്റെ ഫലമായിട്ട്, അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് അമിതമായി കണക്ഷൻസ്, തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കാൾ വാല്യൂ കൽപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പോയിരുന്ന ആ ഒരു റിലേഷൻ തലകുത്തനെ മറിഞ്ഞത്, അല്ലെങ്കിൽ വീഴ്ചയിലേക്ക് പോയതെന്നാണ് കാണുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ ബന്ധം അവസാനിച്ചു പോയി, നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം ചിന്തിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് സെൽഫ് കോൺഫിഡൻസും കൺട്രോളിങ് മാനേജിങ് പവറൊക്കെ അവരിലേക്ക് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ വെൽത്ത് എനർജിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസുകളും നിങ്ങൾക്കിടയിൽ ഒരുമിച്ച് പോയ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ അബണ്ടൻസ്, അവരുടെ ജീവിതത്തിൽ ഒരു വിജയമുണ്ടായതിന് കാരണം നിങ്ങളാണ്. നിങ്ങൾ അവർക്കൊരു സ്പെഷ്യൽ എനർജി തന്നെയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഡിസിഷൻ എടുക്കാൻ കുറച്ചിപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആയിരുന്നു അവരുടെ ജീവിതത്തിൽ എന്നുള്ളത് തുറന്ന് സമ്മതിക്കാൻ അവർക്കിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ കാണുന്ന സ്വപ്നം റിയാലിറ്റി ആകുമെന്നും, നിങ്ങളുടെ ആ ഒരു ഇമാജിൻ, നിങ്ങൾ കാണുന്ന ആ ഒരു വിഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുമെന്നും തന്നെയാണ് ഡിവൈൻ പറയുന്നത്. കാരണം ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. കർമ്മ എന്ന് പറയുന്ന എനർജിയോടൊപ്പം തന്നെ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു എനർജി കൂടി പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ബാഡ് കർമ്മ, അതായത് തെറ്റ് ചെയ്തവന് തെറ്റ് അനുഭവിക്കേണ്ടി വരും, നന്മ ചെയ്തവർക്ക് നന്മ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ട്രാപ്പ്ഡ് എനർജി അവർ ചിന്തകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രാപ്പ്ഡ് എനർജിയാണ് കേട്ടോ. വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അവർക്ക് മറ്റു പല കാര്യങ്ങളോടും തോന്നുന്ന അട്രാക്ഷൻ, അങ്ങനെ സ്വയം അവർ ഒരുക്കി തീർത്തിരിക്കുന്ന ട്രാപ്പ്ഡ് എനർജിയിൽ നിന്നും അവർ പുറത്ത് കടന്നാൽ അവർക്കൊരു എന്താ പറയുക, ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു വ്യക്തി വന്നു ചേരും. ജസ്റ്റിസ് എനർജി ഉണ്ട്, പക്ഷേ സോൾ ബന്ധനമാണ്. ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വരിക എന്നത് കുറച്ച് കാലതാമസം എടുക്കും. ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് തമ്മിലുള്ളൊരു ഫ്യൂച്ചർ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും കാലം നിങ്ങളെ വീണ്ടും കണക്റ്റ് ചെയ്യിപ്പിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഹാപ്പിനെസ് നിങ്ങളുടെ റിലേഷനിൽ വന്നു ചേരും. പക്ഷേ ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. ആക്ഷൻ എടുക്കാൻ താമസമുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്വപ്നം പൂർണ്ണതയിൽ എത്താനായിട്ട് കുറച്ച് കാലതാമസം എടുക്കും. കാരണം നിങ്ങൾക്കിടയിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്, ഒരു ബ്ലോക്കേജ് ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ നാളെ വരാൻ പോകുന്നതിനെക്കുറിച്ച്, അതല്ലെങ്കിൽ ആപത്കരമാകുന്ന ചില കാര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളൊരു ഭയമാണ് ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്യാതിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശൂന്യതയാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരിക. എങ്കിൽ തന്നെ കർമ്മ എൻഡാവും. നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക്, നിങ്ങളുടെ പൂർണ്ണതയ്ക്ക് തീർച്ചയായിട്ടും
ഫലം ലഭിക്കുമെന്നാണ് കാണുന്നത്. തൽക്കാലം നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുക, ബൗണ്ടറി ഇടുക. ആ ഒരു വ്യക്തിക്ക് യാതൊരു രീതിയിലും നിങ്ങളുമായിട്ടുള്ളൊരു പ്രസൻസും കൊടുക്കാതിരിക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത്. വെയിറ്റിംഗ് ചെയ്യുക. നിങ്ങൾക്ക് തമ്മിലൊരു റീയൂണിയൻ എനർജി ഉണ്ട്, സെലിബ്രേഷൻ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഈ ഒരു ബന്ധത്തിൽ ലഭിക്കുമെന്നാണ് കാണുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി, അതായത് നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സണ് യാതൊരു രീതിയിലുള്ള അറിവും ലഭിക്കാതെ വന്നാൽ തീർച്ചയായിട്ടും ഒരു റീബർത്ത് എനർജിയിലേക്ക് ഒരു ബന്ധം വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല ഒരു മാനിഫെസ്റ്റേഷൻസ്, അതായത് സ്വപ്നം കാണുക, മാനിഫെസ്റ്റേഷൻസ് എനർജിയിലേക്ക് മാറുക. നിങ്ങൾ അവരെ എത്രത്തോളം ശക്തമായി ഫോക്കസ് ചെയ്യുന്നുവോ അത്രത്തോളം അവർ നിങ്ങളിലെയും ഫോക്കസിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.